So hey guys, welcome back to my channel. So ജിമ്മിൻ്റെ വർക്ക് ടൈം ഇപ്പോൾ കഴിഞ്ഞു, ജിം ക്ലോസ് ചെയ്യാൻ പോവാം. സോ നമ്മളെ വർക്കൗട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് അരിഞ്ചേട്ടനോട് വർക്കൗട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സോ ആൾ താഴത്തെ ഫ്ലോറിലുണ്ട്. സോ ഈ ഫ്ലോറിൽ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് താഴത്തെ ഫ്ലോറിലായിരുന്നു വർക്കൗട്ട് ചെയ്യുന്നത്. ചെസ്റ്റ് ട്രെയിൻ ചെയ്യാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഇതാണ് അരിഞ്ചേട്ടൻ. നമ്മളെ ഫസ്റ്റ് വർക്കൗട്ട് ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് ആണ്. സ്മിത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ഫുൾ വർക്കൗട്ട് ഡിസൈഡ് ചെയ്യുന്ന അരിഞ്ചേട്ടനായിരിക്കും. ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് കുറച്ച് വാമപ്പ് അടിക്കുക. സോ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഒരു സൈഡ് 10 kg ഇട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 12 reps ഹിറ്റ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യും. ഒരു 8+ reps കിട്ടുവാണെങ്കിൽ മോർ ദാൻ സാറ്റിസ്ഫൈഡ്. സോ മാക്സിമം കറക്റ്റ് ഫോമിൽ അടിക്കാൻ നോക്കുക. ചെയ്യുമ്പോൾ കറക്റ്റ് ഫോമിൽ ചെയ്യാൻ നോക്കുക. അത് മാത്രമേ ഇപ്പം മെയിൻ ടാർഗറ്റ്. Last one. ഇപ്പോൾ എത്ര ഉണ്ട്? 20 അല്ലേ? സോ സെക്കൻഡ് സെറ്റ് 20 kg ഇട്ടിട്ടുണ്ട്. പറ്റുന്ന അത്ര മാക്സിമം ചെയ്യാം. ലെറ്റ്സ് ഗോ. Come on. Scoop. Push. Yes. Good. അയ്യോ. ഇനി സപ്പോർട്ടില്ല. വാ 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 വാ. ലാസ്റ്റ് മാക്സിമം സ്ക്യൂസ് ചെയ്യേ. സ്ക്യൂസ്. ബൈ. വെയിറ്റ് അധികം കൂട്ടുന്നില്ല. സെയിം വെയിറ്റ്. ഓ, വെയിറ്റ് കൂടി ഉണ്ടല്ലോ. എത്ര? 2.5. സോ 2.5 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. Good. Come on. 3 more. Yes, good. Yep. 6. 2 more. Come on. Excuse the nozzle. That's good. One more. Yes. Good. Yep. Yes, fine. Nice. Come on, last one. Push it. Ba. It's good. എനിക്ക് എത്ര ഒന്നും തോന്നില്ല കേട്ടോ. ഒരു 6 നോക്കാം. ലാസ്റ്റ് സെറ്റ് 2.5 വരും. 2.5 എക്സ്ട്രാ ആഡ് ചെയ്തു. 5 kg പ്ലേറ്റ് ഇട്ടു. 6 rep എങ്കിലും ചെയ്യാൻ നോക്കാം. കറക്റ്റ് ഫോമിൽ ചെയ്യണം. അതായത് ഇപ്പോൾ മെയിൻ നമ്മൾ ടാർഗറ്റ്. ലെറ്റ്സ് ഗോ.
7. Om. Yep. Push. Good. മെല്ലെ അവിടുത്തെ ലൈറ്റ് അടിപൊളിയാണ്. സോ എന്തായാലും ഇപ്പോൾ സെക്കൻഡ് വർക്കൗട്ടായിട്ട് നമ്മൾ ഡംബൽ ചെസ്റ്റ് പ്രസ് ചെയ്യാൻ പോവുക. സോ അതിനുശേഷം ഒരു ഫ്ലൈ മൂവ്മെൻറ്റ് ചെയ്യുക, പിന്നെ ഒരു വർക്കൗട്ട് ലാറ്ററൈസ്, അത്രേ ചെയ്യുന്നുള്ളൂ. മാക്സിമം ചെസ്റ്റിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഡംബൽ പ്രസ് സ്റ്റാർട്ട് ചെയ്യാം. I set. So first set 15 kgs. സോ ഇത് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ട്രസ്റ്റ് മീ ഗൈസ്, എൻ്റെ ബെസ്റ്റ് വർക്കൗട്ട് ലിസ്റ്റിൽ ഷുവർ ഷോട്ട് ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വർക്കൗട്ടാണ് വെയ്റ്റഡ് ഡിപ്സ്. ബിക്കോസ് ഞാൻ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് വലിയൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഓൾമോസ്റ്റ് 2022 ആയപ്പോൾ ഐ ബിഗൻ മൈ വർക്കൗട്ട് ബൈ മെയിൻലി ഫോക്കസിങ് ഓൺ ഓൾ ദ ഫണ്ടമെൻറ്റൽസ്. ഞാൻ പുഷപ്സ്, പിന്നെ പുള്ളപ്സ്, പിന്നെ ഡിപ്സ്, ഇതിൽ മാക്സിമം പ്രോഗ്രസ് ചെയ്ത് പിന്നെ അത് വെയ്റ്റഡ് പുഷപ്പാക്കി, വെയ്റ്റഡ് പുള്ളപ്പാക്കി, വെയ്റ്റഡ് ഡിപ്സാക്കി, അങ്ങനെ മാക്സിമം അത് കണ്ടിന്യൂ ചെയ്തു ത്രൂ ഔട്ട് ദ ഇയർ. സോ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്കൊരു ഫ്രീ വെയ്റ്റ് ഡിപ്സ് 2 റെപ്പ് കഷ്ടിച്ച് പോകുമായിരുന്നു. സോ ആ ജിമ്മിൽ ഈ വെയ്റ്റ് ഇടാനുള്ള ബെൽറ്റ് ഇല്ല. സോ ഡംബൽ ലോക്ക് ചെയ്തായിരുന്നു ഡിപ്സ് അടിച്ചത്. സോ ഇവഞ്ച്വലി ഡംബലിൻ്റെ വെയ്റ്റ് കൂട്ടി. സോ ആ ജിമ്മിലുള്ള ഐ തിങ്ക് 30 kgs ഡംബൽ വരെ മാക്സ് ഔട്ട് ചെയ്ത് ഞാൻ ഡിപ്സ് അടിക്കാൻ തുടങ്ങി. സോ ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയ ഒരു മസിൽ ഹൈപ്പർട്രോഫിയും അറ്റ് ദ സെയിം ടൈം സ്ട്രെങ്ത്, അത് വേറെ ഒരു വർക്കൗട്ടിലും ആക്ച്വലി കിട്ടത്തില്ല. കാരണം നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ ഇഷ്ടം പോലെ വർക്കൗട്ടുണ്ട്, പക്ഷേ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്ന വർക്കൗട്ട്സ് വളരെയധികം കുറവാണ്. അതിലൊന്ന് ഷുവറായിട്ടും ഡിപ്സും പുള്ളപ്പുമാണ് വെയ്റ്റ് ഡിപ്സ്. കാരണം നിങ്ങൾ ഹോൾ ബോഡി വെയ്റ്റ് നിങ്ങളെ കൈ കൊണ്ടാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പോൾ എക്സ്ട്രാ വെയ്റ്റ്സ് ഇട്ട് പ്രോഗ്രസ് ചെയ്യുക. സോ അറ്റ് ദ സെയിം ടൈം എങ്ങനെ പോലും കറക്റ്റിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എക്സ്ട്രീം കൺട്രാക്ഷൻ അറ്റ് ദ സെയിം ടൈം സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ് ഡിപ്സ്, വെയ്റ്റഡ് ഡിപ്സ്. സോ അതിൽ ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്യാൻ നോക്കും. ഇവഞ്ച്വലി വെയ്റ്റ് പ്രോഗ്രസീവ് ഓവർലോഡ് കറക്റ്റായിട്ട് ചെയ്ത് വെയ്റ്റ് മാക്സ് ഔട്ട് ചെയ്യാൻ നോക്കണം. സോ ആ ഒരു സ്ട്രെങ്ത് എനിക്ക് തിരിച്ചു വേണം. കാരണം ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ഗെയിൻ ആകുമ്പം എല്ലാ വർക്കൗട്ട്സിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാ വർക്കൗട്ട്സിലും വെയിറ്റ് ഇട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ പറ്റിയാൽ ഇൻഡയറക്ട്ലി മസിൽ ഗെയിൻ കൂടും. സോ അതിനുള്ള ഒരു മെയിൻ വർക്കൗട്ട് എന്ന ഡിപ്സാണ്. സോ ലാസ്റ്റ് സെറ്റും കൂടെ ചെയ്തിട്ട് ഡിപ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ.
സോ ഗൈസ്, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. കുറേ പ്രാവശ്യം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നോക്കാം. എന്നിട്ട് ഞാനും ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ. ഫസ്റ്റ് ടൈം അല്ലേ. കത്തി ശരിക്കും നൈസ് കേട്ടോ. ആ ഒരു ഫസ്റ്റ് ഒരു 5-8 ഇതപ്പാകുമ്പോൾ വലിയ ഐഡിയ കാണത്തില്ല, കുറച്ചങ്ങനെ കത്ത്, പിന്നെ അങ്ങ് കൈയൊന്ന് പൊക്കിയാൽ മതി. സത്യം. നന്നായിട്ട്. ഓക്കെ, നോക്കട്ടെ പമ്പ് എങ്ങനെയാണ്. ശരിക്കും ഇതൊരു വേർത്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇത് നല്ല മിഡെടുക്കുന്ന 6000 രൂപയെങ്കിലാവും ഞാൻ അന്വേഷിച്ചത്. വർക്കൗട്ട് കഴിഞ്ഞു, വീട്ടിലെത്തി. പോസ്റ്റ് വർക്കൗട്ട് മീൽ കൺസ്യൂം ചെയ്യാം. 1 സ്കൂപ്പ് വേ പ്രോട്ടീൻ എടുക്കും. നോർമൽ ഹീപ്പിംഗ് സ്കൂപ്പ് എടുക്കാറില്ല കേട്ടോ. ഒരു 3 days ആയിട്ട് ഞാൻ ക്രിയേറ്റിൻ സ്റ്റാർട്ട് ചെയ്തു ഡയറ്റിൽ. സോ 1 സ്കൂപ്പ് അൺഫ്ലേവേർഡ് ക്രിയേറ്റിൻ. അതാണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. മിക്സറിൽ ഷേക്ക് ചെയ്ത് കുടിച്ചാലുള്ള പ്ലസ് ഇതാ, ഇറ്റ്സ് വെരി ഈസി ടു ക്ലീൻ. സോ ഇനി വേറെ ഒന്നുമില്ല, പോസ്റ്റ് വർക്കൗട്ട് മീൽ കഴിക്കുക, അതിനുശേഷം ഉറങ്ങുക. സോ ഇനിയുള്ള വീഡിയോസിൽ മാക്സിമം കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ഫ്രം ദ സ്കോപ്പ്, ലെറ്റ്സ് ഗോ. എന്താ ഇത് ലോക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും. കോപ്പ് ഇത് കൈൻ്റെ അകത്ത് ലോക്ക്. എവരെല്ലാം എടുത്തോ. എന്താ ചെയ്യണ്ടേ? അയ്യോ കട്ടികള ഇതൊക്കെ. ബ്ലൂപ്പേഴ്സ് ഇല്ല. അതെങ്കിലും ലോക്കായത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. A few moments later. Bruh.